ദുനിയാവിൽ നിന്ന്, മനുഷ്യന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് റൂഹ് ഇങ്ങനെ വേർപിരിയാൻ ഒരുങ്ങുമ്പോഴേക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുക കണ്ണുകൊണ്ട് കാണാത്തത് അല്ലാഹു തആല മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു. ഹദീസില്ലേ, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരിച്ചാൽ കണ്ണിങ്ങനെ തുറന്നു നിൽക്കുന്നത് എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോഴാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ ആത്മാവിനെ കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ കണ്ണ്, ആത്മാവ് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നേക്കും. ചില ആളുകൾക്ക് അങ്ങനെ, എല്ലാരും നോക്കുന്നല്ല അതിനർത്ഥം, ചില ആളുകൾ നോക്കി നിൽക്കും. താഴ്ത്തി കൊടുത്തേക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഭൂമിനെ പിരിയാനാവുന്നുള്ളൂ, അപ്പോഴേക്കും കാണുകയാണ്. അതുവരെ കാണാത്ത മലക്കുകളെ കാണുന്നുണ്ടല്ലോ. മഹാനായ ഖൈറുൻ നസ്സാജ് റഹിമഹുല്ലാഹ് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെത്. മരണത്തിന്റെ നേരത്ത് അവര് പറയാൻ, ഇസ്ബിർ ആഫാകല്ലാഹ്, ഒന്ന് ക്ഷമിക്ക് സഹോദര, അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. മരിക്കാൻ പോകുമ്പോൾ പറയണം, ഇങ്ങനെ മുഅ്മിനീകൾ മരിക്കുക. നിങ്ങൾ ഏതൊരു ദൗത്യത്തിന് വന്നിട്ടുണ്ടോ ആ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുക തന്നെ ചെയ്യും. ഒന്ന് ക്ഷമിക്കും, ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാൻ പറ്റാത്ത ചില അവസരം വരും. എന്താ അള്ളാഹു പറഞ്ഞത്? നിസ്കരിക്കാൻ. ഇതൊന്നും എനിക്ക് പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾ വന്ന് എന്റെ റൂഹിനെ പിടിക്കാനല്ലേ, അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഇസ്ബിർ, റബ്ബിലൊക്കെ പറയല്ലേ, സബർ, ഒന്നല്പം ക്ഷമിക്ക്. യാ അല്ലാഹ്, ഖൈറുൻ നസ്സാജ് മശ്ഹൂറായ ഉലമാഇന്റെ ലോകത്തെ മശ്ഹൂറായ സംഭവം പറഞ്ഞ വാക്കാണത്. ഒന്ന് ക്ഷമിക്ക്, നിങ്ങൾ വന്നത് എന്തായാലും നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. എന്നോട് ചെയ്യാൻ പറഞ്ഞ് എപ്പോഴും പറ്റൂലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരൂലേ, ഒന്ന് ക്ഷമിക്കിൻ. എന്നിട്ട് തന്റെ മുരീദന്മാരോട് ആംഗ്യം കാണിച്ച് കുറച്ച് വെള്ളം കൊണ്ടുവരും, എനിക്കൊന്ന് ഒതു കൊടുത്തു തരണം. ഒതു കൊടുത്തു. കിടന്ന കിടപ്പിൽ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് എന്താണോ പടച്ചോൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തേക്കിനെന്ന് പറയുന്നത് കേട്ടു. നോക്കുമ്പോ മരിച്ചിട്ടുണ്ട്. ആരോടായി പറഞ്ഞത്? റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനോട്. എന്റെ മുഅ്മിനേ, ഇത് റൂഹ് ശരീരത്തിന് പുറപ്പെടാനാകുമ്പോഴേക്കും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഖബറിലെത്തുന്ന അവസ്ഥ എങ്ങനെ? അത് മുഅ്മിനീങ്ങളുടെ അനുഭവങ്ങളാണ്. ഇബ്നു അബി ദുനിയ തങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുഭവം പറയുന്ന ഭാഗത്ത് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ മരിക്കുന്ന അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട്, അജ്ലിസൂനി, എന്നെ ഇരുത്തി തരൂ. അപ്പോൾ ഇരുത്തി കൊടുത്തു. അനല്ലദീ അമർതനി ഫഖസ്സറത്, പടച്ചവനെ നീ എന്നോട് ഒരുപാട് കൽപ്പിച്ചിരുന്നു പടച്ചവനെ പലതും ചെയ്യാൻ, ഞാനാണ് വീഴ്ച വരുത്തിയത്. അല്ലാഹ് വനഹൈതനി ഫഅസൈത്, നീ എന്നോട് അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് പടച്ചവനെ നിന്റെ വാക്ക് കേൾക്കാതെ നിന്നോട് തെറ്റു ചെയ്തത്. 3 പ്രാവശ്യം പറഞ്ഞു. അനല്ലദീ അമർതനി ഫഖസ്സറത് വനഹൈതനി ഫഅസൈത്, അനല്ലദീ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് വീഴ്ച വരുത്തിയത് എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു, വലാകിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, പക്ഷേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ثم رفع رأسه, കണ്ണിങ്ങനെ ഉയർത്തി. നേരത്തെ പറഞ്ഞ രംഗമാണ്. കണ്ണിങ്ങനെ സൂക്ഷിച്ച് മേലോട്ട് നോക്കുന്നുണ്ട്. അവർ ചോദിച്ചു, ഇന്നക ലതൻദുറു നദറൻ ശദീദൻ യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ നോക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ നോക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇന്നി ലഅറാ ഹദറ, ഞാൻ ഇവിടെ ചില ആളുകളെ കാണുന്നുണ്ട്. മാഹും ബിഇൻസിൻ വലാ ജിൻ, അവർ മനുഷ്യരല്ല, ജിന്നുകളല്ല, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ആയത്ത് ഓതിയത്. എന്നിട്ടാണ് വഫാത്താകുന്നത്. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ സുബ്ഹി വാങ്കിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാങ്ക് വിളിക്കുന്ന മനുഷ്യൻ മുഅദ്ദിന് വാങ്ക് വിളിച്ചപ്പോ സുബ്ഹിന്റെ വാങ്കിന് ജവാബ് കൊടുത്തിട്ടല്ലേ ശംസുൽ ഉലമ വഫാത്തായത്. എന്റെ സുഹൃത്തിന്റെ വാപ്പ അന്ന് ശംസുൽ ഉലമയുടെ റഹിമഹുല്ലാഹയുടെ കൂടെ അന്ന് റൂമിലുണ്ട്, ഖാദിമായിട്ടുണ്ട്.
വേങ്ങരയുള്ളൊരു മഹാനായ മനുഷ്യൻ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. നേരിട്ട് ഞങ്ങൾക്ക് പറഞ്ഞെന്ന അനുഭവമാണ്. ഖൈലിമ കൊണ്ട് ചൊല്ലിയിട്ട വഫാത്താകുന്നത്. നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടക്കുന്നത്? മഹാന്മാർ ജീവിതത്തിൽ ശുദ്ധത വരുത്തിയ ആളുകൾക്ക് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ പടച്ചവൻ അല്ലാഹുവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലാഖമാർ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അല്ലാ തഖാഫൂ വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാക്ക് തന്ന സ്വർഗ്ഗം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഇത് മരിക്കുന്ന നേരത്ത് മലക്കുകൾ പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഗസാലി ഇമാം അങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര്, യാ അല്ലാഹ് വഫീഹിം 500 ആലിം. നമ്മൾ വേറെന്താ സംഭവം പറയാം, ഞാൻ പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഉസ്താദ് എന്താ ഈ വലത്തൊപ്പി ഇട്ടിക്കണമെന്നാ ഒരുത്തൻ കമന്റ് ചെയ്തത്. ഞാനിപ്പോൾ ഈ വലത്തൊപ്പി ഊരി വെച്ച് തലകെട്ട് എങ്ങനെയാണ് ചൂടത്ത് കെട്ടുക? അപ്പോൾ ഒരാള് എന്തൊക്കെയോ കമന്റ് ചെയ്ത് കൊടുത്ത് എനിക്കൊന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും വായിക്കണ്ട, ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണ്ടേ. ഈ വലത്തൊപ്പിയും ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഓർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ട. അപ്പം ഞാൻ അതോടെ ഒന്നോ ടൈമ് കൂടിക്കോട്ടെ, എന്തെങ്കിലും കുഴപ്പം അങ്ങനെ നോക്കാൻ വരുന്നവരുണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ ബിസിനസ് അല്ലേ, ഓരോരുത്തർക്ക് എന്തെങ്കിലും കാഴ്ച. അപ്പോൾ ഈ സദസ്സിൽ വരുന്നിരിക്കുന്നവരൊക്കെ ഇങ്ങനെ അങ്ങനെയൊന്നല്ല. ഇതിൽ വലിയ വലിയ ആലിമീങ്ങളുണ്ടാവും, നല്ല ഉദ്ദേശത്തിൽ വന്നിരിക്കുന്ന ആലിമീങ്ങളുണ്ടാവും, ഒന്ന് മറന്നത് ഓർമ്മപ്പെടാൻ വേണ്ടി വരുന്നവരുണ്ടാവും, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാൻ കഴിയുന്ന ആലിമീങ്ങളുണ്ടാവും സദസ്സിലുണ്ട്. ഗസാലി ഇമാം നേരത്തെ 500 ആലിമീങ്ങൾ ഇരിക്കുന്ന സദസ്സാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലൗ അന്ന ഇൽമ വാഹിദിൻ മിൻഹും ലവുസ്അ ലകഫത്തിദ് ദുനിയ, ഈ 500 ആലിമിലെ ഒരു ആലിമിന്റെ ഇൽമെങ്ങാനും ലോകത്തിന് വീതിച്ചു കൊടുത്താൽ ലോകത്തെ എല്ലാവർക്കും എടുക്കാൻ മാത്രം ഇൽമ ആ ഒരു ആലിമിന്റെ അടുത്തുണ്ട്. അങ്ങനത്തെ എത്രണ്ണം കിടക്കുന്നുണ്ട്? 500 ആലിമീങ്ങൾ സദസ്സിലുണ്ട്. ഇവരുടെ മുമ്പിലാണ് വാദം പറയേണ്ടത്. ആർക്ക്? ഗസാലി ഇമാമിന്. ഗസാലി ഇമാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചോനെ ഒരഹങ്കാരം തോന്നിപ്പിക്കല്ല റബ്ബേ, പടച്ചോനെ എന്റെ കൽബിലേക്കൊരു വലിയ ഉഷാറാണല്ലോ, തോന്നിപ്പിക്കല്ല പടച്ചോനെ, എന്നെ കാക്കണേ. അങ്ങനെ തോന്നൂല. ഇപ്പൊ സ്റ്റേജ്, പണ്ടത്തെ കാലത്തൊന്നും സ്റ്റേജില്ലല്ലോ. നമ്മളൊക്കെ ഇപ്പോൾ തുടങ്ങിയ ഒരു ബിദഅത്ത് ഹസനത്തോ സയ്യത്തോ എന്ന് എനിക്കറിയില്ല. അന്നൊന്നും അങ്ങനെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരും ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി ഇപ്പം ഈ ഹൈറ്റ് ഇല്ലാത്ത ഞാനൊക്കെ വേദം പറയാൻ നിന്നപ്പോൾ ഒരു സ്റ്റേജ് വെക്കാൻ ഞങ്ങൾ എന്നെ കാണൂല. അപ്പോൾ പിന്നെ നിൽക്കുക തന്നെ. പക്ഷെ ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലത്ത് അയ്യുക്കും മുഹമ്മദ് എന്നാ ചോദിച്ചു വരിക. നിങ്ങളിൽ ആരാ മുഹമ്മദ് നബി എന്നാ ചോദിക്കുക. കാരണം നബി തങ്ങൾ ഇരിക്കുന്നത് എവിടെയെന്ന് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് കാണൂല എന്നാ, തങ്ങൾ അവരുടെ കൂട്ടത്തിലാണ് ഇരിക്കണത്. അങ്ങനെയാ നമ്മുടെ ചര്യ, അങ്ങനെയാ. പിന്നെ ഇപ്പം എല്ലാവരും കാട്ടുമ്പോൾ നമ്മളൊക്കെ ചെയ്യുക തന്നെ, സ്റ്റേജൊക്കെ ഉണ്ടാക്കി തന്നെ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഗസാലി ഇമാം ഇരുന്നിട്ട് ദ്വായിരുന്നു, പടച്ചോനെ കൽബിൽ അഹങ്കാരം തോന്നിപ്പിക്കല്ല റബ്ബേ. 500 ആലിമീങ്ങൾ സദസ്സ്, 500 ആലിമീങ്ങൾ എന്താ പോയി പറയണത്? അങ്ങനെ വാദം തുടങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളൊരു കൈ പൊക്കുന്നു. ഒറ്റ ചോദ്യം, യാ അബൂ ഹാമിദ് അൽ ഗസാലി, ഒരു ചോദ്യമുണ്ട്. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് നിങ്ങൾ ഖുർആൻ ഓതിയില്ലേ? നിസ്കാരത്തില് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹുവിന് എല്ലാ നേരത്തും ഓരോരോ വലിയ വലിയ കാര്യങ്ങൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. സൂറത്തുർ റഹ്മാൻ. ഗസാലിമാങ്ങൾ ഓതിയില്ലേ? അല്ലാഹുവിന്റെ അതിന് യൗമിന് ദിവസം അർത്ഥമല്ല, ഫീ കുല്ലി ആനിൻ, എല്ലാ സമയത്തും അല്ലാഹു ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബാണ്. മാ ശഅനുല്ലാഹി ഹാദൽ യൗം, ഇന്ന് പടച്ചോൻ ചെയ്യുന്ന പണി എന്താ? ഗസാലിമാമെ ഒന്ന് പറഞ്ഞുതരീൻ. ഗസാലിമാമിന് ഉത്തരം കിട്ടിയില്ല നേരത്തെ. ഗസാലിമാം പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു. അൻദിർനി ഇലൽ ഗദ്, നാളെ പറഞ്ഞുതരാം, നാളെ അതുണ്ടല്ലോ, നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. നാളെയായി. ഗസാലിമാം ഇന്നലത്തെ ചോദ്യം, പടച്ചോനെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ റബ്ബേ. അല്ലാഹു എല്ലാ ദിവസവും ഓരോ കാര്യമായ ജോലിയുണ്ട്, ഇന്ന് എന്താണെന്നാ ചോദ്യം. നിങ്ങൾ ഇന്നലെ ഖുർആൻ ഓതിയിലെ നിസ്കാരത്തില് ഇന്ന് പടച്ചോനെ പണി എന്താ പറഞ്ഞിരുന്നു? 4 ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടാതെ വന്നപ്പോ ഗസാലി ഇമാമിന്റെ മുമ്പിലേക്ക് സ്വപ്ന ദർശനമുണ്ടായി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുക, യാ അബാ ഹാമിദ്, അല്ലയോ അബൂ ഹാമിദ്, നിങ്ങളോട് ഒരാൾ ചോദിച്ചില്ലേ
മാ ശഅനുല്ലാഹിൽ യൗം, ഇന്ന് പടച്ചോൻ എന്താ ചെയ്യണത്? ഖുല്ല, അയാളോട് പറഞ്ഞു കൊടുക്കിൻ, ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. അല്ലാഹുവിന് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ, അല്ലാഹു അവിടെ അങ്ങോട്ട് തുടങ്ങി പടക്കുകയല്ല, അല്ലാഹു പടച്ചു വെച്ചത് സൃഷ്ടിലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ, ഒരുപാട് ആളുകൾക്ക് ഉയർച്ച കൊടുക്കുന്നുണ്ട് അല്ലാഹു. വയഖ്ഫിദു ആഖരീൻ, ഒരുപാട് ആളുകളെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് അധികാരം ലഭിക്കുന്നതും കുറെ ആളുകൾക്ക് അധികാരം നഷ്ടപ്പെടുന്നതും, കുറെ ആളുകൾ അല്ലാഹു ഉയർത്തുന്നതും കുറെ ആളുകൾ അല്ലാഹു താഴ്ത്തുന്നതും, ഇതാണ് അതിന്റെ ഉത്തരം ഗസാലി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗസാലി ഇമാമിന് സന്തോഷം കൊണ്ട് സ്വപ്നത്തിൽ നിന്ന് യാ അല്ലാഹ് ഉത്തരാണല്ലോ കിട്ടിയത്. നാലാമത്തെ ദിവസം സദസ്സിലെത്തിയപ്പോഴേ ഗസാലി ഇമാം ചോദിച്ചു, ഐന സായിൽ, ആ ചോദിച്ച ആളെവിടെ? അന, നിങ്ങൾ ചോദ്യതല്ലേ, മാ ശഅനുല്ലാഹിൽ യൗം എന്നാ കേട്ടോ. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. അപ്പൊ ചോദിച്ച ആളിന്റെ മറുപടി, യാ അബാ ഹാമിദ്, അല്ലയോ അബൂ ഹാമിദ്, അക്സിർ അലാ സ്വലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഇത് സ്വപ്നത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആളിന്റെ മേൽ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലിക്കോളൂ അബൂ ഹാമിദ്. യാ അല്ലാഹ്, ഇത് പഠിപ്പിച്ചെന്നില്ലേ ഒരാൾ സ്വപ്നത്തിൽ? അവരോട് അക്സിർ മിനസ് സ്വലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഇത് സ്വപ്നത്തിൽ പഠിപ്പിച്ചെന്ന ആളിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിച്ചോളൂ ഗസാലി ഇമാമേ. ഉലമാ പറയാ, ഈ ചോദിച്ച ആൾ ആരായിരിക്കുന്നു പിടുത്തം കിട്ടിയിട്ടില്ല. സ്വപ്നത്തിൽ അവിടെ നടന്ന് ഇവിടെ അറിഞ്ഞു. ചില ഉലമാ പറയാ ലഅല്ലഹു ഖളിർ, ഖളിർ അലൈഹിസ്സലാം ആയിരിക്കും ഇപ്പൊ ചോദിച്ചത് എന്നാ സാധ്യത, എന്നാ അറിയില്ല. സദസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യ ഉസ്താദന്മാരോട്